കേറ്റാ കഴിക്കാ ചെല്ലട്ടേങ്ങാട് കൊല്ലം വരട്ടെ. സത്യടാ എന്താ നിന്റെ പ്രശ്നം? ബോറടി അല്ലേ? ശീതള, ഞാൻ പറഞ്ഞില്ലേ, എനിക്കാണെങ്കിൽ ആ മെഡിക്കൽ സ്റ്റോറുള്ള എൻ്റെ ടെൻഷന് ഇതൊക്കെ ഒരുപാടാണ്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവളുടെ ഓരോ ചോദ്യങ്ങളും അവളുടെ പറച്ചിലുകളും ഒക്കെ ഇവിടെ കേട്ട് കഴിഞ്ഞാൽ പ്രാന്തിന് വരും. അങ്ങനെ പ്രാന്ത് എടുക്കുകയാണെങ്കിൽ കണ്ടിട്ട് ഡൈവേഴ്സ് ചെയ്താൽ ചേട്ടാ അതല്ലേ. പിന്നെ ഇപ്പൊ ഞാനെന്താ ചെയ്ത് എന്റെ കാര്യം ആലോചിക്കുന്നത്, ഞാനും ഷാഹിനയും തമ്മിൽ 6 കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. ഞാൻ ദുബായിലുള്ളപ്പോൾ ഞാൻ ഓൾക്ക് പൈസ എങ്ങനെ അയച്ചു കൊടുക്കും. ഓള് ഇവിടെ സുഖം ലോലിപ്പായിട്ട് ജീവിക്കുക. അപ്പൊ ഒക്കെ ഓള് ചോദിക്കും എന്താ വരുത്തില്ലേ ലീവ് കിട്ടുന്നില്ലേ, നമുക്ക് അവിടുന്ന് ലീവ് കിട്ടണ്ടേ. ഭയങ്കര പൂതിയായിരുന്നു ഞാൻ അങ്ങോട്ട് പറയാൻ. അവസാനം കൊറോണ കാലം വന്നപ്പോൾ ഞാൻ 2 മാസം ലീവ് എടുത്ത് കൊണ്ട് പോന്നു. ആ 2 മാസം എൻ്റെ കൂടെ വന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ ഓൾ ഒരുത്തരെ വിടാണ്ട് പോകും. എന്റെ പൈസ മുഴുവൻ കൊണ്ടുപോയോള്. ഇനി പൊന്നും വേണ്ട പടുക്കോയും വേണ്ട. എന്നെയാണെങ്കിൽ എന്റെ വക എന്താ ഇട്ടുണ്ടും പോണില്ല. പോണ്ടേ, അവള് ഇങ്ങനെ നിക്കാണ് എന്നെ നോക്കി. അപ്പൊ അനക്കങ്ങോട്ട് ഇട്ടേച്ച് പൊയ്ക്കൂടെ പ്യാര്. ഈ എന്തിനെങ്ങനെ താങ്ങി നിക്കണത്? ആഗ്രഹമില്ലാണ്ടാണ്. കൊടഞ്ഞ് കളഞ്ഞ ഈ വകന്ത മേത്തുനിന്ന് പോകൂല. ഞാൻ അവളെ ഒഴിവാക്കി നോക്ക്. അവളെന്നെ വീട്ടിൽ വന്ന് തല്ലും, എന്നെയും തല്ലും, എന്റെ അച്ഛനെയും തല്ലും. എന്നിട്ട് എനിക്കെതിരെ കേസും കൊടുത്ത് എന്നെ ജയിലിലും ആക്കിയിട്ടുണ്ടല്ല, എന്റെ മുഴുവൻ സ്വത്തും അടിച്ചുകൊണ്ട് ഇവള് പോകും. എന്ത് ഭാര്യയായിട്ടത്? സത്യറിനറിയോ, ഈ ഷർട്ടൂര മുഴുവൻ നീരിന്റെ പാടാണ്. തല്ലി കൂറക്കിട്ടേക്കാണ് എന്നെ. പുറത്തു പറയാൻ പറ്റാഞ്ഞിട്ടാണ്. കണ്ടക്കത്രയും കാലിട്ട പോലെ ഇരിക്കുകയാണ് ഞാൻ. അതെ, ഞാൻ കാര്യം പറയട്ടെ, ഇപ്പൊ കല്യാണം കഴിച്ചത് അങ്ങോട്ട് ബോറടി. കേക്ക്, ഈ മനുഷ്യൻ കല്യാണം കഴിച്ചതും കുട്ടികളായതാണ് ബോറടി. അതാണ് പറഞ്ഞത് മനുഷ്യൻ. പെണ്ണുങ്ങളെ പെരുമാറ്റാണ്. എന്റെ സത്യേട്ടാ, മനുഷ്യനായിട്ട് ജീവിക്കണത് ശീതളേട്ടനാണ്. ഭാര്യനെ നല്ല പൊന്നു പോലെ സ്നേഹിക്കണമുണ്ട്, വേറെ നൂലാമലക്ക് പോണുണ്ട്. അതെന്താ ട്രാക്ക്? ഒരു കാര്യം മനസ്സിലാക്കിണ്ടാ നിങ്ങൾ? സ്നേഹം എന്ന് പറഞ്ഞ കാര്യം ഏതെങ്കിലും ഒരാൾക്ക് ഒരു സ്ഥലത്ത് ഒരു മൂലയിൽ കൊണ്ടായിടാളല്ല. അല്ല, ലോകം മുഴുവൻ സ്നേഹിക്കണം എന്നാണ് ശരിക്കും പറഞ്ഞത്. ഇപ്പൊ നമ്മള് ഒരാളെ കല്യാണം കഴിച്ചു, അയാളല്ലാണ്ട് ഇനി ഈ ലോകത്ത് ഒരാൾ സ്നേഹിക്കരുത് എന്ന് പറഞ്ഞത് ഓർത്ത അതാണ്. അവിടെയാണ് നമ്മൾ പെട്ടുപോണത്. ഇതപ്പോ നമ്മുടെ മൊയ്തുവിന്റെ കാര്യം എന്താണ്? അവളെ മാത്രം സ്നേഹിച്ചു, ബന അടിച്ചോണ്ട് പോയി. നേരെ മറിച്ച് വേറൊരു ആളും കൂടി അല്ലെങ്കിൽ 1-2 ആൾക്കാർ വേറെ 10 ആൾക്കാർ നമുക്ക് സ്നേഹിക്കാണ്ട് വെച്ചെങ്കിൽ ഇത് നമുക്കൊരു ദുഃഖമല്ലാന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നല്ല, ഡേറ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഭക്ഷണം നിയന്ത്രിക്കണല്ലേ സുഗത? അത് ഡയറ്റിങ്, ഇത് ഡേറ്റിംഗ് അല്ലേ? ആവോ കണ്ടമുത്തോ, അത് വേറെയാണ്. ഇത് വിദേശത്തൊക്കെ ഉള്ള കാര്യമാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു പെണ്ണിനെ സ്നേഹിക്കുകയാണെങ്കിലും അതല്ല കല്യാണം കഴിക്കുകയാണെങ്കിലും വെറുതെ സുഹൃത്താക്കാനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ഈ ആള് എനിക്ക് പറ്റിയതാണോ അല്ലേ എന്നൊന്ന് അറിയണല്ലോ. നമുക്ക് വേണല്ലോ. അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ആവണതിന് മുമ്പ്, ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഇരു കൂട്ടിനും കൂടിയിട്ട് കുറച്ചു കാലം ഒരുമിച്ചൊന്ന് എന്തെങ്കിലും ചർച്ചയോ അല്ലെങ്കിൽ വെറുതെ ഒരു യാത്രയോ അല്ലെങ്കിൽ വെറുതെ ഒരു കോഫി ഡേറ്റിംഗ് പറയും, വെറുതെ കാപ്പി കുടിച്ചിരുന്നൊരു കാര്യം തീരുമാനിക്കാം. അങ്ങനെ തീരുമാനിച്ചിട്ട് ഈ ആള് ഈ പെണ്ണ് എനിക്ക് പറ്റിയതാണോ ഈ ചെറുക്ക എനിക്ക് പറ്റിയതാണോ എന്ന് പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു പീരീഡ് ഉണ്ടല്ലോ. ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഡേറ്റിംഗ്. പക്ഷെ നമ്മക്കില്ലേ ഈ സംവിധാനം ഇവിടെ. ആരാ പറഞ്ഞു? എല്ലായിടത്തും ഉണ്ട്. നമ്മന്റെ ഇവിടെയുണ്ട്, സംവിധാനമൊക്കെ ഉണ്ട്. അതിപ്പോ ചെറുപ്പക്കാരാണ് അതൊക്കെ ഉപയോഗിക്കണം. അവരോട് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും അറിയാം. അതിപ്പോ നമ്മളിപ്പോ ഈ കല്യാണം കഴിഞ്ഞവരല്ലേ, അവർക്ക് പറ്റുമത്? ആർക്കാ പറ്റാത്തൊക്കെ മനുഷ്യന്മാരല്ലേ. ആർക്ക് വേണമെങ്കിലും നമ്മുടെ മനസ്സ് പോലെ ഇരിക്കും. നമ്മൾ ചെറുപ്പമാവണോ വേണ്ടെന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. ഡേറ്റിങ്ങിന് ഒരുപാട് ആപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിപ്പോ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്കൊരാളോട് താല്പര്യം ഉണ്ടെങ്കിൽ ആ താല്പര്യം നമ്മള് ഒരു അഡ്രസ്സും കൊടുക്കാതെ ഒരു ഫോൺ നമ്പറും കൊടുക്കാണ്ട് നമുക്ക് കാര്യങ്ങൾ ചാറ്റിലൂടെ തീരുമാനിക്കാൻ പറ്റും. നമ്മളിപ്പോ വെറുതെ നമുക്ക് ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ വെറുതെ വഴി കൂടെ പോയിട്ട് അതിനെ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പൊ ചേർത്ത് കിട്ടില്ലേ? അത് പറ്റില്ലല്ലോ. അപ്പൊ അത് ഇല്ലാണ്ടിരിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പൊ ഇങ്ങനത്തെ ആപ്പുകളൊക്കെ. കുറെ ആപ്പുണ്ട്. ആപ്പിന്റെ പേരെന്താണ്? അത് ഒരാപ്പിന്റെ പേര് എന്താ, കുമ്പിളാപ്പ്. കുമ്പിളാപ്പ്. ഈ ആപ്പ് ഡൗൺലോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു കുട്ടീനോട് താല്പര്യം ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ചാറ്റ് ചെയ്ത് ചോദിക്കാം, ഇതാ ഇന്ന ആളാണ് ഇന്ന ആളാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആളെ ഇനിയിപ്പോ പേര് പറയണമെന്നൊന്നുമില്ല.
ആളെയും പറയണമെന്നൊന്നുമില്ല. നിങ്ങളുടെ ആവശ്യം എന്താ വെച്ചാ പറയാ. ഓ അവർക്കും അതേമാതിരിക്കൊരു താല്പര്യം ഇങ്ങോട്ടുണ്ട് എന്ന് വിചാരിക്കും. അവരപ്പ കണക്ഷൻ തരും. അപ്പൊ കണക്റ്റായി. പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ആവശ്യങ്ങളും കാര്യങ്ങളും ചർച്ച ചെയ്ത് പ്രണയിക്കണമെങ്കിൽ പ്രണയിക്കുക, ഫ്രണ്ട്സ് ആവണമെങ്കിൽ ഫ്രണ്ട്സ് ആവാ, കല്യാണം കഴിക്കുക. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. എന്ത് വടക്കാവാ വേണമെങ്കിലാവാ. അപ്പൊ ഒന്ന് ഡൗൺലോഡ് ചെയ്തോളൂ. ആവശ്യം വരും. ഭാര്യയും കുട്ടിയായിട്ടൊക്കെ കഴിയണ ആളല്ലേ, വെറുതെ കുടുംബം നാശാവും. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. ഇപ്പൊ കല്യാണം കഴിച്ചിട്ടുള്ള ബോറടി മാറ്റാനാണ് ഇപ്പൊ ഈ പറഞ്ഞത് ഞാനും. അപ്പൊ അങ്ങനെ ഒരാളുടെ കീഴിൽ തന്നെ അങ്ങനെ അടിമേനെ പോലെ ജീവിച്ചിട്ട് ജീവിതം കളയേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യമില്ല. സത്യേട്ടന് മടുപ്പുണ്ടെങ്കിൽ ഇതങ്ങാട് പിടിച്ചിട്ട് അപ്പങ്ങാട് സത്യേട്ടൻ ആപ്പ് ഉണ്ട് ഡൗൺലോഡ് ചെയ്യും. അതാ ഞാൻ പറഞ്ഞത്. സ്നേഹം എന്ന് പറഞ്ഞത് കെട്ടിയിടരുത് കുട്ടികളെ, കെട്ടി നിർത്തരുത്. ഇല്ല അത് ഡാം പൊട്ടണമാതിരി അങ്ങോട്ട് പരന്ന് പോട്ടെ അങ്ങോട്ട് പോണോർത്തിക്കൊക്കെ. അതെ ശീതള, ആ എനിക്ക് ഈ സംഗതി ഒന്നും അറിയില്ല, അതൊക്കെ ഒന്ന് പറഞ്ഞു തരണം. എല്ലാ പരിപാടിയും എൻ്റെ ഉണ്ട്, നാം വേണേ ചെയ്ത് തരാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ്. എനിക്കും വേണം ഒരു കുമ്പളപ്പം. എല്ലാവരും ഇതിലെടുത്തോ. എന്നാ ശരിയാക്കി തരാം. അതിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് ഇത് ചെയ്ത് കൊടുക്കട്ടെ. ഇതാണ് കുമ്പളാപ്പ്. ഇത് കണ്ട, ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കണം. എന്നിട്ട് നമ്മളൊരു പ്രൊഫൈൽ ഉണ്ടാക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. ഒക്കെ പറഞ്ഞുതരാം. എന്നിട്ട് ദാദാ നോക്കി, ഇതിൽ ഇഷ്ടംപോലെ തരുണി മണികൾ ഇങ്ങനെ നരന്ന് കെടുക്കുകയാണ്. എവിടേക്കോ വടക്കത്തെ പാറ്റ വരണ മാതിരി വരുന്നത്. എന്താണ് പറഞ്ഞുതരാം, എല്ലാവർക്കും പറഞ്ഞുതരാം. ഞാന് നോക്കണ്ട, നോക്കി ഇതിൽ ഇഷ്ടം പോലെ തരുണി മണികളുണ്ട്. നോക്കി, ഇതില് നമുക്ക് താല്പര്യമുള്ള ഏത് കുട്ടികൾക്കും റിക്വസ്റ്റ് അയക്കാം നമുക്ക്. റിക്വസ്റ്റ് അയച്ചിട്ട് തിരിച്ച് അവരാരെങ്കിലും ഇങ്ങോട്ട് റിക്വസ്റ്റ് അയച്ചാ നമ്മൾ തമ്മിൽ മാച്ചായി. പിന്നെ അതിന് നിനക്ക് കിട്ടി. നോക്കിക്കോളണം. പിന്നെ നമ്മുടെ താല്പര്യം പോലെയാണ്, നമ്മുടെ തന്ത്രം പോലെയാണ് കാര്യങ്ങൾ. ഹലോ, അതിനനുസരിച്ച് കാര്യങ്ങൾ. ഇല്ല, ഇവിടെ ഉണ്ട്, മുറ്റത്തുണ്ട്. മുറ്റത്തുണ്ട്. നീ കട്ട് ചെയ്യുമ്പോഴേക്കും ഞാൻ അവിടെ എത്തും. ഒരു കാലത്തും ഇതിനൊന്നും ശരിയാവില്ല. എനിക്ക് നിന്നോട് ഭയങ്കര പ്രതിഷേധമുണ്ട്. അതെന്താണ്? ഇത്രയും സംഗതികൾ അറിഞ്ഞിട്ട് പിന്നെ അത് എന്നോട് പറയാത്തത്? അത് എന്റെ കോമേ, നിനക്ക് ഈ താല്പര്യങ്ങളുണ്ടോന്ന് എനിക്കറിയോ. അത് താല്പര്യമില്ലാതെ നീ സൂതാറിന്റെ കൂടെ അങ്ങനെ നടക്കണ കാണുമ്പോ നാം വിചാരിച്ച നീ വലിയ മാന്യനാവുന്നു. ഇതിന് അങ്ങനെ വലിയ മാന്യന്മാർക്ക് പഠന പണിയല്ല. അല്ലല്ല. ഇതിനൊക്കെ കുറച്ചൊരു സോഷ്യൽ മെന്റാലിറ്റി വേണം നമുക്ക്.